കളഞ്ഞു കിട്ടിയ സ്വർണ്ണം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായ കേസിലേക്കാണ്. കളഞ്ഞു കിട്ടിയ സ്വർണ്ണം നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചത്. ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് മലപ്പുറം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതായത്. 2018 മുൻപ് നാട്ടുകാർ കൈമാറിയ സ്വർണ്ണമാല, ബ്രേസ്ലെറ്റ്, 2024 ഒക്ടോബറിൽ കിട്ടിയ 2 കമ്മൽ, ഒരു മോതിരം, 2 മാല എന്നിവയാണ് കാണാതായത്. വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കളഞ്ഞു കിട്ടിയ ആഭരണവും കൂട്ടത്തിലുണ്ട്. 2026 ഫെബ്രുവരിയിൽ കാണാതായ വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി TV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, നമുക്ക് ഈ കരിപ്പൂർ പോലീസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇടപെടലുകളൊക്കെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. കാരണം വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസിൻ്റെ കണ്ണ് വെട്ടിച്ച്, അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ അറിവോടുകൂടി തന്നെ കടത്തിക്കൊണ്ടുവന്ന സ്വർണം പുറത്ത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ, പരിശോധനയിലൂടെ അത് പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും കസ്റ്റംസ് ചെയ്യേണ്ട പണി പോലീസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അതിനപ്പുറം വലിയ രീതിയിലുള്ളൊരു ആരോപണം കൂടി കരിപ്പൂർ പോലീസിന് ഉയർന്നു വരുന്നുണ്ടല്ലോ. കളഞ്ഞു കിട്ടിയ സ്വർണം പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതാകുന്നു. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് വിവരം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണോ ഈ രീതിയിൽ സ്വർണം കാണാതായിരിക്കുന്നത്? എന്താണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്? ടോം, സാധാരണ സ്വർണ്ണക്കടത്ത് പിടികൂടിയതിൻ്റെ പിന്നാലെയാണ് കരിപ്പൂർ പോലീസും പോലീസ് സ്റ്റേഷനും ഒക്കെ വാർത്തയാകുന്നെങ്കിൽ ഇന്ന് സ്വർണ്ണ മോഷണത്തിൻ്റെ പേരിലാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമുള്ളത്. 2018 മുതൽ ഇവിടെ ഈ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് കാണാതെ പോയതും കളഞ്ഞു കിട്ടിയതുമായിട്ടുള്ള ഉടമസ്ഥരെ കാത്തിരിക്കുന്ന സ്വർണം, അതൊരു 10 പവനോളം വരുമത്, അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാതായിരിക്കുന്നത്. സാധാരണ ഈ ഒരു SHOക്കാണ് ഇതിൻ്റെ ചുമതല. അതായത് പോലീസ് സ്റ്റേഷൻ്റെയും അവിടെയുള്ള ഉരുപ്പടികളുടെയും അവിടെയുള്ള വസ്തുക്കളെയൊക്കെ ഉത്തരവാദിത്വവും അതിൻ്റെ ചുമതലയൊക്കെ SHOക്കാണ്. അപ്പോൾ ഈ SHOയുടെ അറിവോടെയാണ് ഈ വസ്തുവകകൾ 10 പവൻ സ്വർണം കാണാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആദ്യം കൈമാറിയിരുന്നു. ഇപ്പോൾ SP-യുടെ നിർദ്ദേശപ്രകാരം ASPയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായി, അതായത് കരിപ്പൂരിലെ പോലീസ് സ്റ്റേഷൻ്റെ SHO ആയിരുന്ന വ്യക്തിക്കെതിരായിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ മുൻപ് ലഹരി മാഫിയകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം നേരിട്ട ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സേനയ്ക്ക് തന്നെ നാണക്കേടാവുന്ന തരത്തിലേക്കുള്ള ഒരു മോഷണം കൂടി ഇവിടെ നടന്ന സാഹചര്യത്തിൽ കർശന നടപടികൾ ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന തരത്തിലേക്ക് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇതുതന്നെയാണെങ്കിലും ഈ സ്വർണം അത് ആർക്കെങ്കിലും ആരുടെങ്കിലൊക്കെ ആയിരിക്കും. അവരൊക്കെ എന്തെങ്കിലും തിരിച്ചെത്തി അടയാളങ്ങൾ കാണിച്ചാൽ, അതായത് ഈ സ്വർണം തിരിച്ചറിഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അതാണ് മറ്റൊരാളുടെ വസ്തുവായിട്ടുള്ളത്. ഈ പോലീസ് തന്നെ, എല്ലാവരുടെയും ജീവനും സ്വത്തിനും കാവൽക്കാരായി നിൽക്കുന്ന പോലീസ് തന്നെ അത്തരത്തിലൊരു മോഷണം നടത്തിയെന്നുള്ള നാണിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും SP-യുടെ നിർദ്ദേശപ്രകാരം ASP ഇത് സംബന്ധിച്ച് തീർച്ചയായും അത് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടാണ്. അനുമോദ്, ഇത് പല കാലയളവിലായി കിട്ടിയിട്ടുള്ള സ്വർണമാണ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? 2018 മുതൽ എന്നാണ് പറയുന്നത്. 2018 മുതൽ 2024 വരെയുള്ള പല കാലയളവിലായിട്ടാണ് ഈ സ്വർണം വിമാനത്താവള പരിസരത്തു നിന്നും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീണ് കിട്ടി. അതിൽ കമ്മലുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, ചെറിയ മാലയുണ്ട്, വളയുണ്ട്. അങ്ങനെ ഒരു പലവരുടെയും സമ്പാദ്യമായിട്ടുള്ള ഏകദേശം ഒരു 10 ലക്ഷം രൂപയിലധികം മൂല്യമുള്ള വസ്തുവകകളാണ്, ഈ സ്വർണ്ണ ഉൾപ്പെടെകളാണ് ഇപ്പോൾ ഇവിടുന്ന് കാണാതായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് തിരിച്ചു വയ്ക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് ഈ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നടന്നെങ്കിൽ പോലും കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതിൽ ഒരു അന്വേഷണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കിയ ഈ ഒരു സംഭവത്തിൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ, ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. പോലീസിന് പൊതുവെ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ആർക്ക് നേരെയാണ് ഈ ആരോപണം ഉയരുന്നത്?
അപ്പം നമുക്ക് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പോലീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാത്ത സാഹചര്യത്തിൽ പറയാൻ കഴിയുകയില്ല. കാരണം ഇത് നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷേ ഉദ്യോഗസ്ഥൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ രേഖകളോട് നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ആ പേര് നമുക്ക് പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. ഒരുപക്ഷെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ, അതായത് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് ആ പേരിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് മനസ്സിലായ വിവരങ്ങൾ വെച്ച് കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരെ ഈ ഒരു ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലൊക്കെ ആരോപണം അയാൾക്കെതിരെ ഉയർന്നിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് ചില ആരോപണങ്ങൾക്ക് വിധേയനാകുന്നൊരു ഉദ്യോഗസ്ഥനാണ് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ തുറന്നു പറയാൻ കഴിയുക. എന്നാണെങ്കിലും അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൊതു സമക്ഷം കാണിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ മറ്റൊരു തലങ്ങളിൽ നിന്ന് വരേണ്ടതുമുണ്ട് കേട്ടോ. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കരിപ്പൂർ പോലീസിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അല്ലാതെ ഈ സ്വർണം നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇതാരൊക്കെയായിരിക്കും ഈ പ്രതിപട്ടികയിലേക്ക് വരിക? വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.